വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കൊരു ന്യൂസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ChatGPT ഫ്രീ യൂസേഴ്സ് ക്യാൻ നൗ ജനറേറ്റ് അപ് ടു 2 ഇമേജസ് എ ഡേ. OpenAI അനൗൺസസ്. അതായത് ChatGPT പാരന്റ് കമ്പനി ആയിട്ടില്ല OpenAI പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫ്രീ യൂസർ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇമേജുകൾ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് OpenAI റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ പറയുന്നത്. സോ നമുക്കറിയാം ChatGPT 2 വേർഷനാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പെയ്ഡ് വെർഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെയ്ഡ് വെർഷനായിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മന്ത്ലി $20 പെർ മന്ത് അല്ലെങ്കിൽ $20 നമ്മൾ എന്ത് ചെയ്യാം ഒരു മാസം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ChatGPTൻ്റെ പെയ്ഡ് വെർഷൻ വരുന്നത്. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുവരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീ വെർഷനാണ്. ഫ്രീ ആയിട്ടുള്ള വെർഷൻ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ലിമിറ്റഡ് ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സുകളും നമുക്കറിയാം OpenAIയുടെ പെയ്ഡ് വെർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. OpenAIയുടെ മീൻസ് ChatGPTയുടെ പെയ്ഡ് വെർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് ChatGPT അനൗൺസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊരു ഫ്രീ യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇമേജുകൾ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തത്. നമുക്ക് നോക്കാം എങ്ങനെയാണത്, എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ഇതിൽ വരുന്നത്, എത്ര ഇമേജ് പെർ ഡേ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഹിന്ദുസ്ഥാൻ ടൈമിൻ്റെ ന്യൂസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ChatGPT ഫ്രീ യൂസേഴ്സ് ക്യാൻ നൗ ജനറേറ്റ് അപ് ടു 2 ഇമേജസ് എ ഡേ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് OpenAI അനൗൺസസ്. സോ നമുക്ക് ഈ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് വരുന്നുണ്ട്, ആഡ്സുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടന്റ് എവിടെയെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന AI ടൂളാണ് പെർപ്ലെക്സിറ്റി. സോ ഞാനിവിടെ ഈ ലിങ്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഞാൻ കോപ്പി ചെയ്തിട്ട് ഓൾറെഡി ഞാൻ പെർപ്ലെക്സിറ്റി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആക്ച്വലി ഇത്തരത്തിലുള്ള ആഡ്സുകളിൽ നിന്നും ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട ന്യൂസുകൾ അല്ലെങ്കിൽ ന്യൂസിൽ വരുന്ന കണ്ടൻസുകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇനി ഇവിടെ എൻ്റർ സെലക്ട് ചെയ്യാം. അതായത് ജസ്റ്റ് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊരു പ്രോംപ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സോഴ്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ChatGPT ഫ്രീ യൂസേഴ്സ് ക്യാൻ നൗ ജനറേറ്റ് അപ് ടു 2 ഇമേജസ് പെർ ഡേ ആസ് അനൗൺസ്ഡ് ബൈ OpenAI ഓൺ August 9, 2024. August 9 actually ഈ ഒരു അനൗൺസ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുള്ളത്. ദിസ് ഫീച്ചർ യൂട്ടിലൈസ് DALL-E 3. അതായത് നമുക്കറിയാം OpenAIൻ്റെ അകത്താണ്, അതായത് OpenAI കൊണ്ടുവന്നിട്ടുള്ള ChatGPTൻ്റെ അകത്താണ് ആക്ച്വലി DALL-E എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഷൻ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. DALL-E 3 നമുക്ക് പബ്ലിക്കായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി DALL-E 1, 2, 3 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ OpenAI അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ടു ഇമേജ് മോഡലാണ്. നമുക്കറിയാം DALL-E 3 വന്നത് ടെക്സ്റ്റ് ടു ഇമേജ് ആണ്. ChatGPT എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മോഡലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, വിച്ച് വാസ് റിലീസ്ഡ് October 2023. ഈ ഒരു ഫീച്ചർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഫ്രീ ആയിട്ട് നമുക്ക് ഇമേജ് ജനറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഫീച്ചർ ആക്ച്വലി DALL-E 3 ആണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ പവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ OpenAI ഹൈലൈറ്റഡ് ദാറ്റ് യൂസേഴ്സ് ക്യാൻ റിക്വസ്റ്റ് ഇമേജസ് ഫോർ വേരിയസ് പർപ്പസ് സച്ച് ആസ് ക്രിയേറ്റിംഗ് വിഷ്വൽസ് ഫോർ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് കാർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമേജ് ജനറേഷൻ ചെയ്യാൻ പറ്റും എന്നതാണ് പറയുന്നത്. സോ ആക്ച്വലി ഞാൻ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം വെബ്സൈറ്റിലൊക്കെ നമ്മൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തവണ ആഡ്സുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ വരുന്ന കണ്ടൻസുകൾ എവിടെയെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ അവിടെ ഞാൻ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സമ്മറൈസ് ചെയ്ത് തരുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ പെർപ്ലെക്സിറ്റിൻ്റെ അകത്തുള്ളത്. സോ അത്തരത്തിൽ നിങ്ങൾക്കും യൂസ് കേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യാം. ഇത് പെർപ്ലെക്സിറ്റി ഫ്രീയും അതേപോലെ തന്നെ പെയ്ഡ് വെർഷൻസും അവൈലബിൾ ആണ്. സോ നമ്മൾ മനസ്സിലാക്കി എന്താണ് DALL-E 3, അതേപോലെ തന്നെ എത്ര ഇമേജുകളാണ് നമുക്ക് ഫ്രീ യൂസേഴ്സിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഏത് ഫീച്ചറാണ് അല്ലെങ്കിൽ ഏതാണ് AI ടൂളാണ് ഇതിനെ പവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആക്ച്വലി DALL-E 3 ആണ് പവർ ചെയ്യുന്നത്. സോ നമുക്ക് അത്തരത്തിലുള്ള ഇമേജുകൾ എങ്ങനെ നമുക്ക് OpenAIയുടെ ChatGPT വെച്ചിട്ട് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഞാൻ എൻ്റെ ChatGPT അക്കൗണ്ട് കൂടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ളത്. സോ പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, ക്രിയേറ്റ് an image of a frog playing cricket. ഓക്കെ, സോ ഒരു ഫ്രോഗ് ക്രിക്കറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാനിവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഞാനിവിടെ പ്രോംപ്റ്റ് എൻ്റർ കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് ഇൻ ഇമേജ് ഓഫ് എ ഫ്രോഗ് പ്ലേയിങ് ക്രിക്കറ്റ്. ഞാനിവിടെ കംപ്ലീറ്റ്ലി ഫ്രീ യൂസറാണ്, ശ്രദ്ധിക്കണം. ഞാൻ പെയ്ഡ് വെർഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് 2 ഇമേജാണ് ഒരു ദിവസം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ChatGPT ഫ്രീ മോഡലിലൂടെ നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. സോ ഓക്കെ, ഇവിടെ ഓൾറെഡി ലോഡ് ആവുന്നുണ്ട്. ഹിയർ ഇസ് ഇമേജ് ഓഫ് എ ഫ്രോഗ് പ്ലേയിങ് ക്രിക്കറ്റ്, ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ നല്ല വൃത്തിക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു തവളേൻ്റെ ഫോട്ടോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്, യു ഹാവ് റീച്ച്ഡ് യുവർ ഇമേജ് ക്രിയേഷൻ ലിമിറ്റ്, അപ്ഗ്രേഡ് ടു ChatGPT പ്ലസ് ഓർ ട്രൈ അഗെയിൻ ടുമോറോ ആഫ്റ്റർ 4:90 PM എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ആക്ച്വലി നമുക്ക് 2 ഇമേജുകളാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതെൻ്റെ സെക്കൻഡ് വണ്ണാണ്. സോ നമുക്ക് ഒരു ദിവസം 2 ഇമേജാണ് ഈ ഒരു പുതിയ ഫീച്ചറിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഒന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ തന്നെ നമുക്കൊരു ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബാറ്റ് കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ ബോൾ ആൻഡ് ആൾസോ സ്റ്റെമ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ വരുന്ന ഫീൽഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തത്. അപ്പോൾ തന്നിട്ടുള്ള ഇമേജിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര മീൻസ് ഇമേജും കാര്യങ്ങളൊക്കെ കുറവാണ്, മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കുറവാണ്.
സോ ഈ രീതിയിലാണ് ചാറ്റ് പുതിയ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്രീ യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം 2 ഇമേജുകൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ നിലവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമേജ് ജനറേഷൻ യൂസ് ചെയ്യുന്ന ടൂൾസ്, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെറ്റയാണ്. അതായത് നമുക്ക് വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റയായി വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാറുള്ളത്. അതെന്താ വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമേജുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ OpenAI റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും നിലവിൽ ആദ്യം പെയ്ഡ് യൂസേഴ്സിന് മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇപ്പോൾ ഫ്രീ യൂസേഴ്സിനും അവൈലബിൾ ആകുന്ന, അതായത് ഇമേജ് ജനറേഷൻ, അതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്താൽ സമറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനീഷ്യൽ ChatGPT റിലീസ് ചെയ്ത സമയത്തൊന്നും അത്തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. സോ എന്തൊക്കെയായാലും ChatGPT നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ട് നല്ല ഓസം ഇമേജുകൾ നിങ്ങൾക്ക് ഫ്രീ വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകൾ കാണാനായി technique.school എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.